Okay. Then next debenture redeeming method ആണ് redemption by sinking fund method. ഫസ്റ്റിൽ നമ്മൾ രണ്ട് മെത്തേഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. റിഡംഷൻ ബൈ ലംസം പേയ്മെൻറ്റ്, അതുപോലെ തന്നെ റിഡംഷൻ ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ്. ലംസം എന്ന് പറയുമ്പോൾ ലംസം എമൗണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, പർട്ടിക്കുലർ ഡിബെഞ്ചർ തിരിച്ച് വാങ്ങിച്ചിട്ട് എമൗണ്ട് അങ്ങ് കൊടുക്കുക, റെഡീം ചെയ്യുക. ഓക്കെ. ദെൻ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത്ര ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആനുവലി പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട്. അപ്പം നോക്കാം, ഒരു സിങ്കിങ് ഫണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട്. സിങ്കിങ് ഫണ്ട് ഈസ് ഓൾസോ കോൾഡ് ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട്. ഡിബെഞ്ചർ മേ ബി റെഡീംഡ് ബൈ ക്രിയേറ്റിംഗ് എ സിങ്കിങ് ഫണ്ട്. ഇവിടെ ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിബെഞ്ചറിനെ റെഡീം ചെയ്യുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് റിഡംഷൻ എവറി ഇയർ എ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഈ സെറ്റ് അസൈഡ് ആൻഡ് സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ്. എല്ലാ ഇയറിലും എന്ത് ചെയ്യാണ്, ഒരു പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യുക, ഒരു സിങ്കിങ് ഫണ്ട് എന്നുള്ളൊരു അക്കൗണ്ട് എന്ത് ചെയ്യാണ്, ഫണ്ട് എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം, ദ സിങ്കിങ് ഫണ്ട് ഈസ് ഓൾസോ കോൾഡ് ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട്. സിങ്കിങ് ഫണ്ട് ഈസ് ഓൾസോ കോൾഡ് ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട് ചോദിക്കാറുണ്ട്. This sinking fund is invested in outside securities like shares, debentures, bonds of other companies or corporations. അതായത് ഇവിടെ ചെയ്യുന്നത് ഓരോ ഇയറിലും എന്ത് ചെയ്യാണ്, പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ ഈ സിങ്കിങ് ഫണ്ട് അല്ലെങ്കിൽ ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട് എന്നുള്ള ഒരു അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഫണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ മാറ്റുക. എന്നിട്ട് ഈ ഫണ്ട് എന്ത് ചെയ്യുക, അവിടെ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ കമ്പനിയിൽ ഫണ്ടായിട്ട് അവിടെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, നമ്മുടെ കമ്പനി പോലെയുള്ള പുറത്തുള്ള വേറൊരു ബിസിനസ്സിലെ സെക്യൂരിറ്റിയിൽ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഒന്നുകിൽ ഷെയറായിട്ട് അല്ലെങ്കിൽ ഡിബെഞ്ചറായിട്ട് അല്ലെങ്കിൽ ബോണ്ടായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, അതർ കമ്പനീസിലോ അല്ലെങ്കിൽ അതർ കോർപ്പറേഷൻസിലോ എന്ത് ചെയ്യുന്നു, നമ്മളുടെ കമ്പനി ഈ പറഞ്ഞിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡിബെഞ്ചറിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ ആ കമ്പനിയിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും, ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് അലോങ് വിത്ത് ആനുവൽ എമൗണ്ട് സെറ്റ് അസൈഡ് ഫ്രം ദ പ്രോഫിറ്റ് വിൽ അഗെയിൻ ബി ഇൻവെസ്റ്റഡ് ആസ് യൂഷ്വൽ. അതായത് നമുക്ക് എന്തുണ്ടാവും, ഈ ഡിബെഞ്ചറൊക്കെ ആണെങ്കിൽ ആ സെക്യൂരിറ്റീസിൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുണ്ടാവും അല്ലേ. ആ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെയും നമ്മളത് എന്ത് ചെയ്യും, വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടക്ട് ചെയ്യും. ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ടിൽ ദ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ. ഡിബെഞ്ചർ റിഡംഷൻ കണ്ടക്ട് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ be sold and the cash thus received will be used to repay the debenture. അപ്പം നമ്മളുടെ ബിസിനസ്സിൽ നമ്മളുടെ കമ്പനിയിലെ ഡിബെഞ്ചർ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രത്യേകമായിട്ട് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ഫണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഫിറ്റിൽ നിന്ന് സർട്ടൻ എമൗണ്ട് എടുത്തിട്ടാണ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഫണ്ട് എന്ത് ചെയ്യാണ്, വേറെ ഒരു ബിസിനസ്സിൽ, അതായത് നമ്മളുടെ ബിസിനസ് ഡിബെഞ്ചർ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നമ്മളുടെ കമ്പനി ഓൺ കമ്പനിയാണ്, ഓൺ കമ്പനിയുടെ ഡിബെഞ്ചർ എന്ത് ചെയ്യാണ്, പുറത്ത് വേറൊരു ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യാണ്, ആ കൊടുത്ത സമയത്ത് തന്നെ നമ്മളുടെ കമ്പനി എന്ത് ചെയ്യാണ്, സിങ്കിങ് ഫണ്ട് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ സിങ്കിങ് ഫണ്ടിലെ എമൗണ്ട് എന്ത് ചെയ്യാണ്, വേറൊരു ബിസിനസ്സിൽ എന്ത് ചെയ്യാണ്, ഈ സിങ്കിങ് ഫണ്ട് എമൗണ്ട് ഒരു ഡിബെഞ്ചറായിട്ടോ ബോണ്ടായിട്ടോ നമ്മളുടെ കമ്പനി എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് ഈ കമ്പനിയുടെ ഡിബെഞ്ചർ നമ്മൾ വാങ്ങിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഡിബെഞ്ചർ നമ്മൾ കൈവശം വെക്കുമ്പോൾ ഈ കമ്പനി നമുക്ക് എന്ത് തരും, ഇൻട്രസ്റ്റ് ഒക്കെ തരും അല്ലേ. ആ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിങ്കിങ് ഫണ്ടിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ട് ഇതിന്ന് കിട്ടുന്ന എമൗണ്ട് പിന്നെയും നമ്മൾ വേറെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് എപ്പോഴാണോ നമ്മളുടെ ഈ പർട്ടിക്കുലർ ഡിബെഞ്ചർ മെച്യൂരിറ്റി പീരീഡ് ആവുന്നത്, അപ്പോൾ നമ്മളുടെ സ്വന്തം ഡിബെഞ്ചർ തിരിച്ച് വാങ്ങിയിട്ട് ഇവർക്ക് ഈ ഡിബെഞ്ചർ ഹോൾഡർക്ക് എന്ത് കൊടുക്കണം, നമ്മളുടെ കമ്പനി ക്യാഷ് കൊടുക്കണം. ആ സമയമാകുമ്പോഴേക്ക് നമ്മളുടെ കമ്പനി എന്ത് ചെയ്യും, വേറെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഡിബെഞ്ചറും ബോണ്ടൊക്കെ വിറ്റിട്ട് അതിൻ്റെ ക്യാഷ് എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ സ്വന്തം ഡിബെഞ്ചർ ഹോൾഡേഴ്സുമായിട്ട് എന്ത് ചെയ്യും, ഡീൽ ചെയ്ത് ആ പർട്ടിക്കുലർ ഡിബെഞ്ചർ റെഡീം ചെയ്യും. അതാണ് ശരിക്കും സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലിനൊന്നും എന്ത് ചെയ്യില്ല, ആ ഒരു
ഡിബഞ്ചർ റിഡംഷൻ എന്ന കോൺസെപ്റ്റ് എഫക്റ്റ് ചെയ്യില്ല. ദ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി സോൾഡ് ആൻഡ് ദ ക്യാഷ് ദസ് റിസീവ്ഡ് വിൽ ബി യൂസ്ഡ് ടു റീപേ ദ ഡിബഞ്ചേഴ്സ്. ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി വിൽ നോട്ട് ബി എഫക്റ്റഡ് ആസ് ദ ക്യാഷ് ഈസ് സെപ്പറേറ്റ്ലി മെയ്ഡ് അവൈലബിൾ ഫോർ റിഡംഷൻ. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം നമ്മളുടെ കമ്പനിയിലുള്ള ക്യാഷ് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ക്യാഷ് യൂസ് ചെയ്യുമ്പോഴല്ലേ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഡിബഞ്ചർ ഹോൾഡർ ഡീൽ ചെയ്യാനുള്ള ക്യാഷ് എന്തിൽ നിന്ന് കിട്ടും? ഈ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേറൊരു ബിസിനസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അത് സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന ക്യാഷ് കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റിഡംഷൻ അവിടെ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് റിഡംഷൻ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ആൻഡ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വിൽ ബി ഓപ്പൺഡ്. അപ്പോൾ ഈ ഒരു സിങ്കിങ് ഫണ്ട് മെത്തേഡിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അവിടെ ഒരു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടും എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ മൊത്തം നമ്മൾ ഈ ഫണ്ട് യൂസ് ചെയ്തിട്ട് റിഡംഷൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ദ ഡിബഞ്ചേഴ്സ് ഹാവ് ബീൻ റിഡീംഡ് ദ ബാലൻസ് ഓഫ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഇസ് ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ്. നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൻ്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിരുന്നു, DRR അക്കൗണ്ട് അല്ലേ. നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ അതുപോലെ തന്നെ ക്യാപിറ്റലിൽ നിന്ന് റെഡീം ചെയ്യുന്ന സമയത്ത് ഒരു 25% എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ പർട്ടിക്കുലർ റിഡംഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സിങ്കിങ് ഫണ്ടിലുള്ള ബാലൻസ് ഏതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ആ അക്കൗണ്ട് എന്ത് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെറിറ്റ്സ് ഓഫ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആസ് ദ ഫണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ അക്യുമുലേറ്റ്സ് ഔട്ട്സൈഡ് ദ ബിസിനസ് ലിക്വിഡ് ക്യാഷ് ഈസ് അവൈലബിൾ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ. അതായത് നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഫണ്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തൊരു ബിസിനസ്സിൽ നമ്മൾ ഈ റിഡംഷന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഡിബഞ്ചർ മെച്യൂരിറ്റി പീരീഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് തിരിച്ചു കൊടുക്കാനായിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്ത ഡിബഞ്ചറോ ബോണ്ടോ സെക്യൂരിറ്റീസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തിട്ട് വിറ്റിട്ട് നമുക്ക് ക്യാഷ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ നമ്മളുടെ ഡിബഞ്ചർ റിഡംഷൻ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിന് എന്ത് അവൈലബിൾ ആയിരിക്കും, ലിക്വിഡ് ക്യാഷ് ഈസ് അവൈലബിൾ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ. Okay, then in the interim period the security may be pledged or sold out to get liquid cash in case of an emergency. അപ്പോൾ ഇൻ കേസ് നമുക്കൊരു എന്തെങ്കിലും എമർജൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സിങ്കിങ് ഫണ്ടിലുള്ള എമൗണ്ട് എടുത്തിട്ട് നമ്മൾ വേറൊരു ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഇടക്കാല ആവശ്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാം, പണയം വെച്ചിട്ട് അല്ലെങ്കിൽ വിറ്റിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡ് ക്യാഷ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു മെറിറ്റ് കൂടി എന്തിലുണ്ട്, സിങ്കിങ് ഫണ്ട് മെത്തേഡിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ അക്കൗണ്ടിലുള്ള ഫണ്ട് യൂസ് ചെയ്ത് നമ്മളുടെ പുറത്ത് വേറൊരു ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നു, ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡീമെറിറ്റ്സ് ഓഫ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. മെറിറ്റ്സ് ഉണ്ടെങ്കിൽ എന്തായാലും എന്തുണ്ടാവും, അതിന് കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ദർ മേ ബി ലോസസ് ഇൻ റിയലൈസിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സിങ്കിങ് ഫണ്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഫണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ചിലപ്പം എന്ത് സംഭവിക്കാം, ലാഭത്തേക്കാൾ ഉപരിയായി നമുക്ക് നഷ്ടം വരാം. അപ്പോൾ ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടമാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മളുടെ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റിയത്. അതാണ് നമ്മൾ വേറെ പുറത്തൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത്, അപ്പോൾ നമുക്കത് എന്തായി മാറാം, നഷ്ടമായിട്ട് മാറാം, ബിസിനസ്സിനെ അത് എഫക്റ്റ് ചെയ്യാം. Okay, then the rate of return on investment may be less than the earnings rate of the business. ബിസിനസ്സിൻ്റെ ഏർണിംഗ് റേറ്റിനേക്കാൾ കുറവാണ് നമുക്ക് ആ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് പുറത്ത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ എങ്കിൽ that will wrongly affect our business. Then, as a part of the profit is set aside for creating a sinking fund, shareholders get a comparatively low rate of dividend during the currency of debentures. അപ്പോൾ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പം പറഞ്ഞു പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ടാണ് സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റുന്നതെന്ന്. ശരിക്കും ഈ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്, നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് പോകാനുള്ളൊരു പോർഷൻ കൂടിയാണ്. അപ്പോൾ അവർക്കിപ്പം കിട്ടേണ്ട പ്രോഫിറ്റ്
ഡിവിഡൻ്റായിട്ട് കിട്ടേണ്ട പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിനൊരു പ്രത്യേകത ഉണ്ട്. ഹൈ പ്രോഫിറ്റ് ആണെങ്കിൽ നല്ല ഡിവിഡൻഡ് കിട്ടും, ലോ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ അതും കൂടി ആര് സഹിക്കണം? ഷെയർ ഹോൾഡേഴ്സ് സഹിക്കേണ്ടതാണ്. അപ്പം നല്ലൊരു ഹൈ പ്രോഫിറ്റ് ഉണ്ടായിരുന്ന കമ്പനിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിഡംഷൻ സിങ്കിങ് ഫണ്ട് മെത്തേഡ് പ്രകാരമാണ് റിഡംഷൻ എങ്കിൽ അത് പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ എന്ത് ചെയ്യും? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കുറയും. പ്രോഫിറ്റ് കുറയുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള ഡിവിഡൻറ്റും കമ്പാരേറ്റീവ്ലി എന്തായിരിക്കും? ഡിവിഡൻഡ് റേറ്റും കുറയും. അത് നമ്മളുടെ ഓണേഴ്സ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക നമ്മുടെ ബിസിനസ്സുമായിട്ടുള്ള ഒരു ബാഡ് ഫീലിങ്സിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് സിങ്കിങ് ഫണ്ടിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, when there is sinking fund for redemption of debentures, the company need not transfer 25% of face value of redeemable debentures and deposit or invest 15% of the amount of debenture is to be redeemed. അതായത് നമ്മൾ പറഞ്ഞു ക്യാപിറ്റലിൽ നിന്നും അതുപോലെ തന്നെ പ്രോഫിറ്റിൽ നിന്നൊക്കെയാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ റെഡീം ചെയ്യാനുള്ള ഡിബഞ്ചറിൻ്റെ 25% എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റാറുണ്ട്. അതേപോലെ തന്നെ 15% ഒരു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതൊന്നും എന്തിനകത്ത് വേണ്ട. ഇൻ കേസ് നമ്മൾ സിങ്കിങ് ഫണ്ട് ആണ് റിഡംഷന് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രൊവിഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡ്. അപ്പം സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഇതാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെത്തേഡ് ഇൻഷുറൻസ് പോളിസി മെത്തേഡാണ്. ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡിൽ പറയുന്നത്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുമ്പം നമ്മൾ പ്രോഫിറ്റ് നമ്മളെ ഡിബഞ്ചർ ഒരു പുതിയ ഡിബഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. സിങ്കിങ് ഫണ്ടിലുള്ള എമൗണ്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്ത് വേറൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴാണോ നമ്മളുടെ ഡിബഞ്ചർ മെച്യൂരിറ്റി പീരീഡ് ആവുന്ന ആ സമയത്ത് നമ്മൾ വേറെ പുറത്ത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് എടുത്തിട്ട് നമ്മളുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്? റിഡംഷൻ കണ്ടക്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുക. ആ ഇൻഷുറൻസ് പോളിസി മെച്യൂർഡ് ആവുന്ന സമയത്തായിരിക്കും നമുക്ക് നമ്മുടെ ഡിബഞ്ചർ റിഡംഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ടൈമും. എന്നിട്ട് എന്ത് ചെയ്യുന്ന ആ പോളിസി എമൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റിഡംഷൻ കണ്ടക്ട് ചെയ്യുക. ദിസ് ഈസ് ദാൻ ആൾട്ടർനേറ്റീവ് ടു സിങ്കിങ് ഫണ്ട് മെത്തേഡ്. Under the sinking fund method, annual contribution is invested in outside securities. Under insurance policy method, an insurance policy is purchased by paying annual premium. Such a policy will mature on the date when the debenture becomes redeemable. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പോളിസി വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ആനുവലായിട്ടൊരു പ്രീമിയം പേയ്മെൻറ്റ് ഉണ്ടാവും. എപ്പോഴാണോ നമ്മളുടെ ഡിബഞ്ചർ മെച്യൂർഡ് ആവുന്നത് ആ സമയത്തായിരിക്കും പോളിസിയും മെച്യൂർഡ് ആവുക. ദ ടോട്ടൽ പ്രീമിയം പെയ്ഡ് വിൽ എമൗണ്ട് ടു ലെസ് ദാൻ ദ പോളിസി എമൗണ്ട്. പോളിസി എമൗണ്ടിനേക്കാൾ കുറവായിരിക്കും നമ്മുടെ പ്രീമിയം പെയ്ഡ് വരുന്നത്. ഓക്കെ, ദെൻ ബട്ട് ദ പോളിസി എമൗണ്ട് വിൽ ബി ഈക്വൽ ടു ദ എമൗണ്ട് റെക്യൂർഡ് ഫോർ റിഡംഷൻ. നമ്മുടെ പോളിസി എമൗണ്ടും റിഡംഷൻ എമൗണ്ടും എന്തായിരിക്കും? എപ്പോഴും തുല്യമായിരിക്കും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോളിസി എമൗണ്ട് ആൻഡ് പ്രീമിയം പെയ്ഡ്. അവിടെ പോളിസി എമൗണ്ടും പ്രീമിയം പെയ്ഡും തമ്മിൽ ഡിഫറൻസ് ആണ് ഇൻട്രസ്റ്റ് ഓൺ പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. പ്രൊവൈഡ്സ് ഫണ്ട് ഫോർ റിഡംഷൻ ആൻഡ് കവേഴ്സ് ദ റിസ്ക് ഇൻവോൾവ് ഇൻ ദ ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ് പറയുന്നത്. പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല, അറിഞ്ഞിരിക്കുക. സിങ്കിങ് ഫണ്ടിൻ്റെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് പറയുന്നതാണ് നമ്മൾ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴാണോ നമ്മളുടെ ഡിബഞ്ചർ മെച്യൂർഡ് ആവുന്നത് ആ സമയത്ത് മെച്യൂർഡ് ആവുന്ന ഒരു പോളിസി, നമുക്ക് എപ്പോഴാണോ ഡിബഞ്ചർ റിഡീം ചെയ്യാനുള്ള ആ ടൈമിലേക്ക് മെച്യൂർഡ് ആവുന്ന ഒരു പോളിസി വാങ്ങിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആനുവലി നമ്മൾ പ്രീമിയം കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? റിഡംഷൻ്റെ ടൈമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസി മെച്യൂർഡ് ആവും, ആ ക്യാഷ് കിട്ടും. നമ്മൾ എന്ത് ചെയ്യും? പ്രീമിയം, അതായത് നമ്മളുടെ ഡിബഞ്ചർ റിഡീം ചെയ്യാനായിട്ട് ആ ക്യാഷ് ചൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡിൽ പറയാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്. അതായത് ബിസിനസ് എന്ത് ചെയ്യാണ്? നമ്മുടെ കമ്പനി അവരുടെ തന്നെ ഡിബഞ്ചർ എന്ത് ചെയ്യുന്നു? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു.
ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഒന്നുകിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ, അല്ലെങ്കിൽ അത് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, സ്വന്തം ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്ത് റെഡീം ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് എന്ത്, റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് പറയുന്നത്. ഓക്കെ, റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്. A company can buy its own debentures if it is authorized by its articles. ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഓൺ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ച് വാങ്ങിക്കാം. When a company purchases own debentures, it will constitute redemption of debenture. This is because the old debentures are withdrawn or taken back from the debenture holders by paying them either par or at premium. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയാണ്, പാറിനോ പ്രീമിയത്തിനോ എന്ത് ചെയ്യാം, പേ ചെയ്തിട്ട് വാങ്ങിക്കാനായിട്ട് കഴിയും. അവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാണ്, ടേക്ക് ബാക്ക് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പർട്ടിക്കുലർ ഡിബഞ്ചർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് എമൗണ്ട് വാങ്ങിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്, ദ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് മേ ബി പെയ്ഡ് ഫ്രം സിങ്കിങ് ഫണ്ട് ഓർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സ്വന്തം ഡിബഞ്ചർ എന്ത് ചെയ്യുകയാണ്, പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഫണ്ട് കൊടുക്കണം. ദാറ്റ് മീൻസ് അതിൻ്റെ വാല്യൂ കൊടുക്കണം. ഇങ്ങനെ ഒന്നുകിൽ സിങ്കിങ് ഫണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിറ്റുവേഷനിലാണ് അങ്ങനെ നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മളുടെ പർട്ടിക്കുലർ ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഫസ്റ്റ് വൺ ഈസ് വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് ഹയർ ദാൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഡിബഞ്ചർ റേറ്റ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതൽ വരുന്ന സമയത്ത്, വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് ഹയർ ദാൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് തിരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. ദെൻ നെക്സ്റ്റ്, വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫോൾ ബിലോ ദ ഫേസ് വാല്യൂ ഓഫ് റിഡംഷൻ പ്രൈസ്, അതായത് റിഡംഷൻ പ്രൈസിനേക്കാൾ നമ്മളുടെ ഡിബഞ്ചർ പ്രൈസ് താഴുന്ന കേസിൽ, വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഡിബഞ്ചർ ഫോൾസ് ബിലോ ദ ഫേസ് വാല്യൂ ഓഫ് റിഡംഷൻ പ്രൈസ്, നമ്മളുടെ റിഡംഷൻ പ്രൈസിനേക്കാൾ ഫേസ് വാല്യൂ അല്ലെങ്കിൽ റിഡംഷൻ പ്രൈസിനേക്കാൾ താഴെ ഡിബഞ്ചർ പ്രൈസ്, ഡിബഞ്ചറിൻ്റെ മാർക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ നമ്മളുടെ ഡിബഞ്ചർ തിരിച്ച് വാങ്ങിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ സഫീഷ്യൻറ്റ് എമൗണ്ട് ഈസ് അവൈലബിൾ ഇൻ സർപ്ലസ് ഫണ്ട്. അതായത് നമ്മളുടെ കയ്യിൽ സർപ്ലസ് ഫണ്ട് ഉള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സ്വന്തം ഡിബഞ്ചർ അങ്ങനെ കടമായിട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് ചെയ്യാം, മാർക്കറ്റിൽ നിന്ന് നമ്മുടെ സ്വന്തം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ലോണൊക്കെ എന്ന് പറയുമ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ പെട്ടെന്ന് ഗഡുക്കളായിട്ടാണ് ലോൺ നമ്മൾ ബാങ്കിലേക്ക് അടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് ക്യാഷ് വന്നു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിലേക്ക് മൊത്തമായിട്ട് അടച്ചിട്ട് ആ ലോൺ ക്ലോസ് ചെയ്തിടുക. അതേപോലെ സർപ്ലൈസ് ഉണ്ടാകുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യുകയാണ്, അവർക്ക് ആ എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ആ ഡിബഞ്ചർ അങ്ങ് ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനായിട്ട് നമുക്കതങ്ങ് വാങ്ങിക്കളയാം. അതാണ് ഇങ്ങനത്തെ 3 സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുന്നത്, പർട്ടിക്കുലർ ഡിബഞ്ചർ നമ്മളുടെ സ്വന്തം ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കുക, നിങ്ങൾ ഫസ്റ്റത്തെ സിറ്റുവേഷൻ നോക്കുക, അതായത് നമ്മളുടെ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് ഹയർ ദാൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതൽ നമ്മുടെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബിസിനസ് ഒരുപാട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എന്ത് ചെയ്യാം, പെട്ടെന്ന് അതങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ ഡിബഞ്ചർ അങ്ങ് വാങ്ങിച്ച് കളയുക. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊരു നമുക്ക് സേഫ് ഗാർഡായിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ്, നമ്മുടെ ഓൺ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്, നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് പറയുന്നത്, the company gets profit because the purchase is made when the market price of debenture is lowest. നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൈസ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഡിബഞ്ചർ അങ്ങ് വാങ്ങിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലാഭമല്ലേ. മാർക്കറ്റ് പ്രൈസ് കുറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഡിബഞ്ചർ എന്ത് ചെയ്യുക, അങ്ങ് വാങ്ങിച്ച് കളയുക. അപ്പോൾ അത്ര എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുള്ളൂ, പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യേണ്ടി വരുള്ളൂ. അതേപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് ദ ബേർഡൻ ഓഫ് ലോൺ. ശരിക്കും ഡിബഞ്ചർ എന്ന് പറയുന്ന ഒരു ലോണല്ലേ. അപ്പോൾ നമ്മളത് ഒരു സർപ്ലസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് കൊടുത്തിട്ട്
എന്ത് ചെയ്യുന്നു, ഡിബഞ്ചർ തിരിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ലോൺ ബേർഡൻ അവിടെ എന്ത് ചെയ്യാണ്, കുറയാണ്. ബോറോഡ് ക്യാപിറ്റലാണ് ഡിബഞ്ചർ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് നമ്മൾ കൊടുത്ത് തീർത്തിട്ട് നമുക്കത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അങ്ങ് വാങ്ങിക്കാനുള്ള സഫീഷ്യൻറ്റ് ക്യാഷ് അല്ലെങ്കിൽ സർപ്ലസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതങ്ങ് ക്ലോസ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ലോൺ ബേർഡനാണ് എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു ഡിബഞ്ചർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റ് ബേർഡൻ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടി എന്ത് ചെയ്യും, കുറയും. അതേപോലെ തന്നെ നമ്മൾ പ്രീമിയത്തിന് റിഡംഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അതായത് പ്രീമിയത്തിന് റെഡീം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ക്യാപിറ്റൽ ലോസ് ആണെന്ന് നമ്മൾ ക്യാപിറ്റൽ, അതായത് ഡിബഞ്ചർ റിഡംഷൻ അറ്റ് പ്രീമിയം എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവോയ്ഡ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനായിട്ടും കഴിയുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ്, പർപ്പസസ് ഓഫ് പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ്. നമ്മൾ മെയിനായിട്ട് 2 പർപ്പസിനാണ് എന്ത് ചെയ്യുന്നത്, ഓൺ ഡിബഞ്ചർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ഓർ നെക്സ്റ്റ് വൺ ഈസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഓൺ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് ഒന്ന് പറയുന്നത് പർട്ടിക്കുലർ ഡിബഞ്ചർ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസിന് വേണ്ടി. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.